ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാന ആഴ്ചകളിലേക്ക് അടുക്കുമ്പോൾ ബിഗ് ബോസ് ടീം കണ്ടസ്റ്റൻസിനായി വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഗെയിം ടാസ്കുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ വീക്കിൽ നടക്കുന്ന ഗെയിമുകളിൽ പോയിന്റുകൾ കൂടുതൽ ലഭിക്കുന്ന മത്സരാർത്ഥിക്ക് ഒരു സൂപ്പർ പവർ ലഭിക്കുന്നതാണ്. അത് ആ കണ്ടസ്റ്റന്റിന്റെ ടിക്കറ്റ് ടു ഫിനാലയിൽ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ബിഗ് ബോസ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നിലവിലെ ഗെയിമിൽ ആര്യനും അക്ബറിനുമാണ് പോയിന്റ് നിലയിൽ മുന്നേറ്റമുള്ളത്. ബിഗ് ബോസ് ഹൗസിനുള്ളിലെ മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് ഇന്ന് നൽകിയത് പാവശാസ്ത്രം എന്ന ഗെയിമാണ്. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ബിഗ് ബോസ് ഒരു കൺവെയർ ബെൽറ്റ് സ്ഥാപിച്ചു. ആ കൺവെയർ ബെൽറ്റിനുള്ളിലൂടെ ഒരുപാട് പാവകളുടെ ഭാഗങ്ങൾ പുറത്തേക്ക് വരും. മത്സരാർത്ഥികൾ അവരുടെ കഴിവനുസരിച്ച് ആ പാവകളുടെ ഭാഗങ്ങളെല്ലാം തന്നെ മാക്സിമം കളക്ട് ചെയ്തെടുക്കണം. ഇതായിരുന്നു ഇന്നത്തെ ഗെയിം. എന്നാൽ ഗെയിമിനേക്കാൾ ഇന്ന് ശ്രദ്ധ നേടിയത് അനുമോളും ലക്ഷ്മിയും ഗെയിമിനിടെ അക്ബറിനെതിരെ ഇറക്കിയ ജെൻഡർ കാർഡാണ്. ഗെയിമിൽ അക്ബറിനും ആര്യന്റെയും മുന്നിലായിരുന്നു ലക്ഷ്മിയും അനുവും നിന്നത്. പാവയെടുക്കാനായി അക്ബർ മുന്നോട്ടാഞ്ഞപ്പോൾ ഫുൾ ബോഡി വെയിറ്റ് അനുമോൾക്ക് നൽകിയെന്നും അനുമോളുടെ മൂക്ക് ബെൽറ്റിൽ ഇടിച്ചുമെന്നും പറഞ്ഞായിരുന്നു തുടക്കം. ഒരു പെൺകുട്ടിയാണെന്ന് ഓർക്കണ്ടേ എന്ന് അനുമോൾ പറഞ്ഞതും ലക്ഷ്മി അത് ഏറ്റെടുത്തു. ഗെയിമിന്റെ തുടക്കത്തിലെ തന്നെ ലക്ഷ്മി അക്ബറിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞങ്ങൾ എടുത്തതിനു ശേഷം അക്ബറിന് എടുക്കാം, കാരണം ഞങ്ങൾ എല്ലാ പാവുകളും എടുക്കില്ലല്ലോ. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ മാറും, അപ്പോൾ അക്ബറിന് എടുക്കാം. ശരിക്കും ബിഗ് ബോസ് നൽകിയത് ഒരു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു. ഫിസിക്കൽ ടാസ്ക് ഉപയോഗിച്ച് കളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാറി നിൽക്കണം. ഷാനവാസ് ഇന്ന് ചെയ്ത പോലെ. ഷാനവാസിന് തള്ളാൻ വയ്യെന്നും പാവക്കുട്ടികളെ ഇത്ര തിരക്കിനിടയിൽ നിന്ന് വലിച്ചെടുക്കാനാകില്ലെന്നും പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ അനുമോൾ ആകട്ടെ ജെൻഡർ കാർഡ് ഇറക്കി അക്ബറിനെ ഡയറക്റ്റ് ടാർഗറ്റ് ചെയ്യുകയായിരുന്നു. ബിഗ് ബോസ് സീസണിലെല്ലാം തന്നെ ഫിസിക്കൽ ടാസ്ക് ഒരുപാട് വരുന്നതാണ്. കഴിഞ്ഞ കാല മത്സരങ്ങളിലൊക്കെ തന്നെയും ഫിസിക്കൽ ടാസ്ക് വഴി മത്സരാർത്ഥികൾക്ക് അപകടങ്ങൾ പറ്റാറുണ്ട്. എന്നാൽ ആ മത്സരാർത്ഥികളാകട്ടെ ഇന്നേ വരെ അനുമോൾ ഇറക്കിയ പോലെ ജെൻഡർ കാർഡുകളൊന്നും തന്നെ ഇറക്കാതെ ഗെയിമിന്റെ ഭാഗമായി തന്നെ കണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അനുമോൾക്ക് ഫിസിക്കൽ ടാസ്ക് എന്നത് ഒരു പുത്തരിയല്ല. സ്റ്റാർ മാജിക് പോലുള്ള റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്ത അനുമോൾ അതിൽ ഒട്ടനവധി ഫിസിക്കൽ ടാസ്കുകൾ ചെയ്ത് ആക്റ്റീവായി പെർഫോം ചെയ്തതാണ്. പക്ഷേ ഇവിടെ അനുമോൾ ലക്ഷ്യമിടുന്നത് അക്ബറിനെയാണ്. ഇനിയിപ്പോൾ ഇത്രയും ആയ സ്ഥിതിക്ക് ബിഗ് ബോസ് അനുമോൾക്കും വേണ്ടി ലെമൺ ആൻഡ് സ്പൂണോ മിഠായി പെറുക്കലോ ഒക്കെ സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അനുമോൾ ഇറക്കിയ ജെൻഡർ കാർഡിനെ വെളുപ്പിക്കാനായി അനുമോളുടെ PR ടീം മുറവിളി കൂട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ അത് ചെയ്യാൻ കഴിയില്ല എങ്കിൽ മാറി നിൽക്കുക. അത് അനുമോൾ ആയാലും ആരായാലും. എന്തായാലും അനുമോൾ ഇറക്കിയ ഈ കാർഡിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് വരുന്ന എവിക്ഷനിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും 90s Kid Official സൈനിങ് ഓഫ്.